കൊച്ചിയിലെ മസാജ് സെൻ്ററുകളെ പറ്റി പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം പലരും കെണിയിൽ വീഴുന്നവരാണ്, പലരും അറിഞ്ഞുകൊണ്ട് പോയി പോക്കറ്റ് മണിക്കെന്ന് പറഞ്ഞ് ചെല്ലുന്നവരാണ്. ഈ ചിലരൊക്കെ ഇതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഈ കൊച്ചിയിൽ ഇപ്പോൾ ബാംഗ്ലൂരും പല സ്ഥലങ്ങളിലുമുണ്ട്, പക്ഷേ കൊച്ചിയിൽ ഇത് കുറച്ച് കൂടുതലാണ് എന്ന് തോന്നുന്നു. പലപ്പോഴും ഇതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കൊച്ചിയിലെ മസാജ് സെൻ്ററുകളിൽ നടക്കുന്നത്? തന്നെ ഈ മസാജിങ് സെൻറ്ററുകൾ ആയുർവേദം രീതിയിലുള്ള യഥാർത്ഥ മസാജിങ് സെൻറ്ററുകൾ ഉണ്ട് കൊച്ചിയിൽ. പക്ഷേ അതിൻ്റെ മറവിൽ പലരും മറ്റ് അനാശാസ്യം ഒക്കെ നടത്തുന്നതായിട്ടാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസമൊക്കെ വൈറ്റിലയിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് മറ്റ് അനാശാസ്യമായിട്ട് ബന്ധപ്പെട്ട് പെൺകുട്ടികളെയും യുവാക്കളെയും ഒക്കെ അവിടെ നിന്ന് പിടിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം മസാജിങ് സെൻറ്ററുകൾ ഓതറൈസ്ഡ് ആയിട്ട് നടത്തുന്നതാണ് നല്ലതെന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ മസാജിങ് സെൻറ്ററുകളിലേക്ക് യുവതികളെ ആവശ്യമുണ്ടെന്നുള്ള പോസ്റ്ററുകളൊക്കെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്, കോൺടാക്റ്റ് നമ്പർ ഉൾപ്പെടെ. അപ്പോൾ ഇതിൽ വന്ന് പെടുന്നവരുണ്ട്. കാരണം ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന അങ്ങനെയുള്ള ആളുകൾ വന്ന് പെടുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തമാശയ്ക്ക് വേണ്ടി കൂട്ടുകാരികൾ വിളിച്ച് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോകുമ്പോൾ ഈ മസാജിങ്ങിനൊപ്പം മറ്റ് പല പാക്കേജുകളും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ കൂടുതൽ പൈസ പോക്കറ്റ് മണിയായി ലഭിക്കും. അതായത് മസാജിങ് സെൻറ്ററുകളിൽ ആദ്യം രജിസ്ട്രേഷൻ ഫീസ് അടച്ച ശേഷം പിന്നീട് ഈ മസാജ് ചെയ്യേണ്ടവരെ തിരഞ്ഞെടുത്ത് അകത്തേക്ക് പോയതിന് ശേഷം മറ്റ് പാക്കേജുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ ഒരുപാട് വരുമാനം നേടാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടി വരുന്നവരുണ്ട്. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാകാം, ചെറിയ ജോലി ചെയ്യുമ്പോൾ ചെറിയ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യുന്നവർ മാസത്തിൽ 1-2 ദിവസം ആ ജോലി സ്ഥലത്ത് ലീവ് എടുത്ത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കടകളിലൊക്കെ നിൽക്കുന്നവർ, തുണിക്കടകളിൽ നിൽക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരും ഇതിൽ വന്ന് പെടുന്നുണ്ട്. അപ്പം അത് കൂടുതൽ വരുമാനം, ഇപ്പോൾ ഒരു ദിവസം നമ്മളൊരു തുണിക്കടയിൽ നിന്നാൽ ഒരുപക്ഷെ ഒരു 600 രൂപ ഒക്കെയാണ് ഒരു ദിവസത്തെ കൂലി കിട്ടുന്നതെങ്കിൽ ഇത്തരം ഇതിലൊരു 2-3 ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 10,000 മുതൽ 15,000 രൂപ വരെ ലഭിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഒരു 2-3 ദിവസം തുണിക്കടയിലോ അല്ലെങ്കിൽ മറ്റ് കടകളിൽ ലീവ് എടുത്ത് വരുന്നവരുണ്ട്. ഈ പറഞ്ഞതുപോലെ കോളേജിൽ വീട്ടുകാർ കൊടുക്കുന്ന പോക്കറ്റ് മണി തികയാതെ ഡ്രസ്സും മറ്റ് മേക്കപ്പ് സാധനങ്ങളും ഒക്കെ വാങ്ങുന്നതിനും ചുറ്റി കറങ്ങുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു പെൺകുട്ടി പോയിട്ട് കൂട്ടുകാരികളെ വിളിച്ചുകൊണ്ട് പോകും. അവരെന്നിട്ട് ഈ പഠനം കഴിയുമ്പോൾ അവർ നാട്ടിലേക്ക് പോവുകയും ഇതിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്യും. പക്ഷേ ചിലർ ഇതിനകത്ത് പെട്ടുപോകും. കാരണം മെൻ്റലി ട്രോമ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഇതിലേക്ക് ആദ്യം ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നീട് അവർക്കത് തങ്ങളുടെ ഭാവി പോയി, ഇനി ഞാൻ മറ്റൊരാളെ വിവാഹം എങ്ങനെ കഴിക്കും എന്നൊക്കെയുള്ള ചിന്താഗതികളിലൂടെ ഇവർ മാനസിക നില തകർന്ന്, അതാണ് അതന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ കേരളത്തിൽ പീഡനങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാര്യ മരിച്ചവർ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ നല്ലതാണ്. പക്ഷേ അത് ഓതറൈസ്ഡ് ആയിട്ട് എല്ലാവരും ഡോക്ടറുടെയൊക്കെ ഇതോടുകൂടി കൃത്യമായ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തി വരുന്ന യുവതികൾ പൂർണ്ണ സജ്ജരായി ഇതിനൊക്കെ വേണ്ടിയിട്ട് പൂർണ്ണ സജ്ജരായി വരുന്ന രീതിയിലുള്ള ഒരു കേന്ദ്രമാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് ഈ ഇത്തരത്തിൽ അനാശാസ്യം പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ മറവിലൊക്കെ ഇത്തരത്തിൽ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ ഈ കോളേജ് പിള്ളേരൊക്കെയാണ് കൂടുതൽ ഇതിലേക്ക് വരുന്നത് എന്ന് പലപ്പോഴും നമ്മളോട് തന്നെ പേര് വെളിപ്പെടുത്താത്ത പലരും അത്തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരൊക്കെ ഇതിലേക്ക് വന്ന് പെടുന്നത്? സ്വാഭാവികമായി ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാൾ ഇതിലേക്ക് ഈ പറഞ്ഞതുപോലെ ഈ മസാജിങ് സെൻറ്ററിലേക്ക് യുവതികളെ ആവശ്യമുണ്ടെന്നൊക്കെയുള്ള പരസ്യങ്ങൾ കണ്ടതിന് ശേഷം ഇവർ അവരുമായി കോണ്ടാക്ട് ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ അവിടുത്തെ ഒരു മസാജിങ് സെൻറ്ററിൽ മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ നിയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ മസാജിങ് മാത്രമായി വരികയും പിന്നീട് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇവരെ പ്രാപ്തരാക്കി എടുക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും മറ്റ് പാക്കേജുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ പൈസ കിട്ടും. മസാജിങ് മാത്രമാണെങ്കിൽ ചെറിയ എന്തെങ്കിലും തുക കിട്ടുകയാണെങ്കിൽ മറ്റ് പാക്കേജുകളുണ്ട്, അതായത് അനാശാസ്യ രീതിയിലുള്ള പാക്കേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വരുമ്പോഴത്തേക്ക് കൂടുതൽ പൈസ കിട്ടും. ഈ വരുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തന്നെ പോക്കറ്റ് മണിയായി മസാജിങ്ങിന് കിട്ടുന്നതിനേക്കാൾ വലിയ തുക അവർക്ക് കിട്ടും. അപ്പോൾ ഒരു 3-4 കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു 15,000 രൂപ വരെയൊക്കെ ലഭിക്കും. അപ്പോൾ ഈ സാലറി പോയിട്ട് സാലറി ഒരു നിശ്ചിത തുക മന്ത്ലി ഉണ്ടാവും. അതല്ല ഇതിനു വേണ്ടി ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ
മാസത്തിലൊരു 3-4 തവണ വരുന്നവർക്കാകുമ്പോൾ സാലറി ആയിരിക്കില്ല, ഈ പൈസ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇവർ മസാജിങ് സെൻറ്ററുകൾ ഒരു നിശ്ചിത തുക കൊടുക്കുമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സംഭവങ്ങളിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഹോസ്റ്റലിലായിരിക്കുമല്ലോ ഇവരെല്ലാം കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊച്ചിയിലൊക്കെ കൂടുതൽ ഹോസ്റ്റലുകളിലൊക്കെ ഈ MDMA-യും രാസലഹരിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ പോയ ഒരു പെൺകുട്ടി കൂട്ടുകാരികളുടെ രസത്തിന് പറയും എൻ്റെ കൂടെ വരുന്നത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇത്രയും രൂപ ഉണ്ടാക്കാം, ഒരു 10 ദിവസം പോയാൽ 1 ലക്ഷം രൂപയോളം നമ്മുടെ കയ്യിലിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടുകാരെ ആശ്രയിക്കാതെ നമ്മുടെ ചിലവിനും നമുക്ക് ടൂറ് പോകുന്നതിനും അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നതിനും നല്ല ഡ്രസ്സുകൾ എടുക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ നമുക്ക് മറ്റാരെ ആശ്രയിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് പതിവ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോകളൊക്കെ ഉപയോഗിച്ചാണ് നെറ്റിലൊക്കെ പരസ്യമൊക്കെ കൊടുക്കുന്നത്. അപ്പോഴാണ് കസ്റ്റമേഴ്സ് വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഇതിൽ പെട്ടുപോകുന്നത്. അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ചിലർ ഈ പഠനകാലം കഴിയുമ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ വേറൊരു വ്യത്യാസമുണ്ട്. അവർക്കിതൊന്നും വലിയ പ്രശ്നമില്ല, അവർ അവരങ്ങ് പോവും, അവർ അടുത്തൊരു ജീവിതത്തിലേക്ക് കടക്കും. പക്ഷേ ചില കുട്ടികൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നോ ഒക്കെ വരുന്ന കുട്ടികൾ ഇത്തരത്തിൽ ഇതിനെയൊക്കെ വലിയ പവിത്രമായി കാണുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പം ആദ്യം ഇതിൽ കടക്കും, പൈസ കിട്ടും, പിന്നീട് നമ്മൾ നശിച്ചു പോയല്ലോ എന്നുള്ളൊരു ചിന്താഗതി മനസ്സിനെ അലട്ടുകയും പിന്നീട് അവർ ഭയങ്കരമായ വിഷമത്തിൽ ട്രോമയിലൊക്കെ പോവുകയും ആത്മഹത്യയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നീട് അവരെ കൗൺസിലിങ്ങിലൂടെയൊക്കെ തിരിച്ചു മടക്കി കൊണ്ടുവരേണ്ട സാഹചര്യമൊക്കെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കൂടുതൽ ഇതിലിപ്പോൾ കൊച്ചിയിൽ ഒരുപാട് മസാജ് സെന്ററുകൾ അനാശാസ്യമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പലപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നല്ല മസാജ് സെന്ററുകളും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് നടക്കാത്തത്? അതെനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത്തരത്തിൽ നടത്തുന്നവർക്ക് സ്വാഭാവികമായും പോലീസിനൊക്കെ കൃത്യമായ രീതിയിലുള്ള വിഹിതങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്കും ഇവിടെ ഫ്രീ മസാജിങ് പോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ടാകാം എന്ന് കരുതുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരം സംവിധാനങ്ങളിലേക്ക് ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ പോലീസിനെ മറ്റുള്ളവരെ അറിയിച്ചാലും ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും പെട്ടെന്ന് ഇവിടുത്തെ സംവിധാനങ്ങൾ മാറ്റി ആളിനെ മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആയുർവേദ ഡോക്ടർമാരൊക്കെ ഇവർക്ക് സേവനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റെയ്ഡ് പോലെ വന്നാലും ആ സമയത്ത് ഈ പെർമനൻ്റ് ആയിട്ടുള്ള മസാജിങ് അല്ലെങ്കിൽ നോർമൽ മസാജിങ് പോലെ കാണുകയും ഇവിടെ അത്തരത്തിലുള്ള സംവിധാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരാതി കൊടുത്ത ആളിന് ഞങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തി, പക്ഷേ അവിടെ അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ അതിനു മുമ്പ് ഇവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള അനാശാസ്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റുകയും അങ്ങനെയൊക്കെയാണ് ചെയ്തു വരുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ പോലീസാണെങ്കിലും അധികാരികളാണെങ്കിലും ഒക്കെ സാമ്പത്തികം ഒരു പ്രധാന ഘടകമാണ്. പൈസ ഉണ്ടെങ്കിൽ പലതും നടത്താൻ കഴിയും. അതുമാത്രമല്ല, ഇത് ഈ പറഞ്ഞതുപോലെ ഒരു മസാജിങ് സെൻ്ററായിട്ട് ഡോക്ടറിനെയൊക്കെ വെച്ച് നടത്തിക്കഴിഞ്ഞാൽ അത് നിയമം അനുസരിച്ചാണ് ചെയ്യുന്നത്, നിയമവിരുദ്ധമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഈ പറഞ്ഞ പീഡനങ്ങൾ ഒഴിവാക്കാനും ഒക്കെ നല്ല ഓതറൈസ്ഡ് ആയിട്ട് ശരിയായ മെഡിക്കൽ പരിശോധന നടത്തി ആരെയും നിർബന്ധപൂർവ്വം കൊണ്ടുവരാതെ യുവതികൾ തയ്യാറായി വരുന്നവർ അനുസരിച്ചുള്ളൊരു മസാജിങ് സെൻ്ററുകൾ നടത്തുന്നതിൽ കുഴപ്പമില്ലെന്നാണ് എൻ്റെ